ചൈതന്യമേ സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊരാ സർവചരാചര ചൈതന്യമേ അജ്ഞാനമെങ്ങും അകറ്റി നീന്നുള്ളിൽ വിജ്ഞാനദീപ്തി തെളിച്ചിടേണം സത്യധർമാദിയിലൂടെ ചരിക്കുവാൻ സത്യസ്വരൂപ ഞാൻ കൈതൊഴുന്നേ സർവജഗത്തും നിറഞ്ഞിരിക്കുന്നൊരാ സർവചരാചര ചൈതന്യമേ. പ്രിയപ്പെട്ട കുട്ടികളെ, ലഹരി വർജന സമിതി 10ാം വാർഷികത്തോട് അടുക്കുകയാണ്. 2015 ഡിസംബറിലായിരുന്നു നമ്മുടെ സമിതി തുടങ്ങിയത്. തുടങ്ങിയ അന്ന് മുതൽ പല പരിപാടികളും ഞങ്ങൾ അതിനുമ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. സമയനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്രശ്നമാണ്. ആര് വന്നാലും ഇല്ലെങ്കിൽ നമ്മുടെ ഉദ്ഘാടനമായാലും മുഖ്യാതിഥിയായാലും പ്രഭാഷണമായാലും നമ്മുടെ സമിതിക്ക് ഒരു സമയം 4 ഉണ്ടെങ്കിൽ, ഇതുവരെ അങ്ങനെയാണ്. നമ്മുടെ പരിപാടികളെന്ന് എല്ലാവർക്കും അറിയാം. ആ സമയനിഷ്ഠ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. 2015 ഡിസംബറിലായിരുന്നു നമ്മുടെ സംഘടന ആരംഭിച്ചത്. ഈ ഡിസംബർ 31 10ാം വാർഷിക സമ്മേളനം. ഇനി നമ്മുടെ യോഗങ്ങൾ പങ്കെടുക്കാൻ 2 പേര് മാത്രമേ ഉള്ളൂ. ഒന്ന് മുഖ്യമന്ത്രിയും ഗവർണറും. അതിൻ്റെ പ്രാരംഭ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും സാംസ്കാരിക നായകന്മാരും വിവിധ കവികൾ ഉൾപ്പെടെ അറിയപ്പെടുന്ന മുഴുവൻ പേരും ഈ 10 വർഷത്തിനകത്ത് നമ്മുടെ സംഘടനയിലെ വിവിധ പരിപാടികൾ വന്നു കഴിഞ്ഞു. ഏകദേശം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 15,000 പേര് ആദരിച്ച ഏറ്റവും വലിയ സംഘടന എന്ന പേരും ഞങ്ങൾക്ക് തന്നെയാണുള്ളത്. യാതൊരു പൈസയും മാനിക്കാതെയാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. ആദ്യകാലത്ത് ലഹരി വിരുദ്ധ സന്ദേശയാത്രകളും കുട്ടികൾ പ്രഭാഷണവും ഒക്കെ ആയിരുന്നു. പിന്നീട് വിവിധ സ്കൂളുകളിൽ നമ്മുടെ ജസ്റ്റിസ് ശ്രീദേവിയായിരുന്നു സംഘടന തുടങ്ങിയത്. അവരുടെ സ്വപ്നമായിരുന്നു 101 ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2018 ജൂൺ 26 മൗലാന ആസാദ് സ്കൂളിലാണ് 1ാമത്തെ പ്രഭാഷണം. അന്ന് ചലച്ചിത്രകാരൻ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തത്. 101ാമത്തെ പ്രഭാഷണവും ആ സ്കൂളിൽ തന്നെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ സാർ, അതുപോലെ പ്രശസ്ത സിനിമാ താരം ജിജ സുരേന്ദ്രൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള CGLS ഡയറക്ടർ ശ്രീ റോബൻ സാം സാർ, അതുപോലെ ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിന്റെ അനിൽ ഗുരുവായൂരപ്പൻ, ശാന്തിഗിരി ആശ്രമത്തിന്റെ റസലിന്റെ സഹപാഠി കൂടിയായിരുന്ന ജയപ്രിയ ജ്ഞാന തപസ്വി, ശാന്തിഗിരിയിലെ വളരെ തിരക്കിട്ട പരിപാടികൾ നടക്കുന്നതിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചു. ഇപ്പോൾ ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട ചിന്മയ പോലുള്ള, സെന്റ് അഗസ്റ്റിൻ മുരുക്കുപുഴ പോലുള്ള വിവിധ സ്കൂളുകളുടെ പ്രതിനിധികൾ, അതുപോലെ തന്നെ
വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സാഹിത്യകാരന്മാർ, സാഹിത്യകാരികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ കവയത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലെത്തിയിട്ടുണ്ട്. കൊയ്ത്തൂർക്കോണം തിരുവനന്തപുരത്തിന് അടുത്ത പ്രാന്തപ്രദേശമായ കൊയ്ത്തൂർക്കോണത്ത് പ്രവർത്തിക്കുന്ന പുണ്യം കൂട്ടായ്മ എന്ന് പറയുന്ന അതിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വളരെ മികച്ച സംഘാടകയായ ഇപ്പോൾ എത്തിച്ചേർന്ന ഷീജ സാന്ദ്ര ഉൾപ്പെടെ പലരെയും പേരെടുത്ത് പറയണമെന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു പരിപാടിയാണ്. സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസറായിട്ടാണ് റിട്ടയർ ആകുന്നത്. അതിനുശേഷമാണ് പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിയാവുകയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തു. അതിന് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി CWCയുടെ ചെയർപേഴ്സൺ, ഏറ്റവും അർഹമായ കുട്ടികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മാഡത്തിന് താല്പര്യമുള്ള പ്രധാനപ്പെട്ട ജോലി തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. വളരെ നിരന്തരം ഞങ്ങൾക്ക് അറിയാം, വിളിക്കുമ്പോഴും അല്ലാതെയും വളരെ തിരക്ക് പിടിച്ച ഒരുപാട് ഇഷ്യൂസ് പറയുമായിരിക്കും ഞാൻ തോന്നുന്നു. അവസാനം വളരെ കലുഷിതമായ, നമുക്ക് അറിയാമല്ലോ, കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കണം. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരാളിനെ ഒന്നും പെട്ടെന്ന് പ്രതിയാക്കുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ സംരക്ഷണം ഉറപ്പാക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ആ ജോലിയിൽ വ്യാപൃതയായിരിക്കുന്ന, അല്ലെങ്കിൽ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനുമൊക്കെ ശിശുക്ഷേമ സമിതി, നമ്മൾ അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന അതിൻ്റെ കേന്ദ്രം, നമ്മുടെ അരുൺ ഗോപിയാണ് അതിൻ്റെ ചെയർമാൻ. ഞാൻ പറയുന്നത്, ഞങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഈ പുണ്യം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ആ സെന്റർ സന്ദർശിച്ചിട്ടുണ്ട്. കുട്ടികളെയൊക്കെ അങ്ങനെ നമുക്ക് എളുപ്പത്തിന് കാണുമ്പോഴേ ഞങ്ങൾ കയറി അവിടുത്തെ സംരക്ഷിക്കപ്പെടുന്ന കുട്ടികളെ എല്ലാം കണ്ടു. വളരെ ചെറുതായിട്ടുള്ള മുതൽ കുറച്ച് പ്രായമായ, പിന്നെ പ്രായമാകുമ്പോൾ സ്കൂളിലാക്കുന്നതിന് മുമ്പായിട്ട് മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആദരണീയയായ, എല്ലാവർക്കും പ്രിയങ്കരിയായ, ഞങ്ങളുടെ തൊട്ടടുത്ത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്ന, അല്ലെങ്കിൽ കണിയാപുരത്തിനടുത്ത് താമസിക്കുന്ന ഷാനിബ ബീഗം ഇനിയും കുറേ നാൾ സാമൂഹ്യ രംഗത്ത് ഒരുപാട് നാൾ പ്രവർത്തിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ വിശിഷ്ട അതിഥിയായി ഇപ്പോൾ ഹരിത വി കുമാർ എത്തിച്ചേരും. അതുപോലെ ശരചന്ദ്ര പ്രസാദ് തീർച്ചയായിട്ടും എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെയർമാൻ, കേരള സംസ്ഥാന ന്യൂനപക്ഷത്തിൻ്റെ അഡ്വക്കേറ്റ് A. റഷീദ്. ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ കൂടി അന്ന് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ വലിയ നേതാവായിരുന്നു അഡ്വക്കേറ്റ് A. റഷീദ്. അന്ന് MLA ക്വാർട്ടേഴ്സിലും ഒക്കെ താമസിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രവർത്തനം നടത്തിയ ആളാണ്. നമുക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തി കൂടിയാണ് ബഹുമാനായ അഡ്വക്കേറ്റ് A. റഷീദ്. ഇപ്പോൾ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായിരിക്കുന്നു. അതുപോലെ കാര്യവട്ടം സിംഗണ്ട സാർ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും, കഴിഞ്ഞ ഒരു പരിപാടിക്ക് മാത്രമാണ് സാറിന് എത്താൻ കഴിയാത്തത്. ഓഗസ്റ്റ് 15 പ്രോഗ്രാമിനാണ് അന്ന് എത്താൻ കഴിയാതെ വന്നത്. ശരിക്കും നമ്മുടെ ജൂറി ചെയർമാനാണ്. ഫ്രീഡം ഫിറ്റിയുടെ സാഹിത്യ സൃഷ്ടികളുടെയൊക്കെ ജൂറി ചെയർമാൻ മാത്രമല്ല, സാറ് എഴുതിയിട്ടുള്ള കവിതകൾ, അതുപോലെ തന്നെ നടത്തുന്ന അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടുന്ന പരിപാടികളൊക്കെ വളരെ ഗംഭീരമാക്കുന്നതിലും നല്ലൊരു നാടക സിനിമ ഒരുപാട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന്
ശ്രീമതി അഡ്വക്കേറ്റ് ഷാനിമ ബിഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് 50 വർഷം പിന്നിട്ടതിൽ ഈ തലസ്ഥാന നഗരിയിലും കേരളത്തിലും അറിയപ്പെടുന്ന വ്യത്യസ്ത രംഗങ്ങളിൽ തനതായ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെ നേതൃത്വത്തിൽ, സാന്നിധ്യത്തിൽ, സഹകരണത്തിൽ അതിവിപുലമായിട്ടുള്ള ഒരു അനുമോദനം ഇവിടെ നൽകുകയാണ്. ഇത് സംഘടിപ്പിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് 4 പതിറ്റാണ്ടിന് മുമ്പ് എൻ്റെ സഹപ്രവർത്തകനായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച പെരപ്പുങ്കോട് ശ്യാംകുമാർ, അതിനുശേഷം അതേ കോളേജിൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയമാണെങ്കിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഇന്ന് കേരള സംസ്ഥാനത്തും വിദേശത്തും മദ്യത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്തി സമൂഹമധ്യത്തിൽ അർഹമായ സ്ഥാനം കണ്ടെത്തിയിട്ടുള്ള റസൽ സബർമതി വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള നിരവധി ബഹുമാന്യ വ്യക്തിത്വങ്ങളുടെ പേര് ഓരോന്നായി എടുത്തു പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. തലസ്ഥാന നഗരിയിൽ പല സാംസ്കാരിക രംഗങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലുമൊക്കെ ഒരു നിറസാന്നിധ്യമായി പലപ്പോഴും കാണാനുള്ള കരിവട്ടം ശ്രീകണ്ഠ ഡേറ്റിക്കൊണ്ട് അദ്ദേഹവും ഏറെ സുപരിചിതനാണ്. ഇന്ന് കേരള സംസ്ഥാനത്തും തലസ്ഥാനത്തും വ്യത്യസ്ത സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ, സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെ, സിനിമാ നാടക വേദികളിൽ നിറസാന്നിധ്യമായിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ തലസ്ഥാനത്തെ പല രൂപത്തിലുള്ള അനുമോദന ചടങ്ങുകൾ കാണാനിടയായിട്ടുള്ളതാണ്. സദസ്സിന്റെ സാന്നിധ്യം നോക്കുമ്പോൾ ശ്രീവാദനത്തെ കൊണ്ട് ഞങ്ങൾ ഈ അർഹതയുടെ പിന്നിൽ അണിനിരക്കുന്നു എന്ന അഭിമാനബോധത്തോടു കൂടി പങ്കെടുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാനി ബിഹത്തെ സംബന്ധിച്ച് അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ചില കാര്യങ്ങളോട് സൂചിപ്പിച്ചു. വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കടന്ന് പൊതുരാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായി പ്രവർത്തിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഇടതുപക്ഷ ആഭിമുഖ്യത്തോടു കൂടി ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാന്നിധ്യം വഹിക്കാൻ വേണ്ടി തയ്യാറായത്. അങ്ങനെ ഒരു വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവത്തിൽ പ്രവർത്തിക്കുന്ന ഒരാള് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെ കണ്ടെത്തി എന്ന് കണ്ടാൽ, ആ വ്യക്തിയിൽ സാമൂഹ്യ സേവനത്തിന്, രാഷ്ട്രീയ പ്രവർത്തനത്തിന്, പൊതുപ്രവർത്തനത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗ സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോൾ സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ രൂപത്തിൽ ഒരു അംഗീകാരം കൊടുക്കുവാൻ തയ്യാറായത്. ആ സ്ഥാനം കൈകളിലെത്തുമ്പോൾ സമൂഹത്തിൽ ദുർബലരായിട്ടുള്ള ജനവിഭാഗങ്ങളെ പൊതുധാരയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രത്യേക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക കരുതലോട് കൂടിയിട്ടുള്ള കാൽവയ്പ്പുകൾ നടത്തിയ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ കേരളത്തിലെ 1.5 കോടി ജനസംഖ്യയുടെ മനസ്സിലും ഓടിയെത്തുന്ന ഒന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം സംബന്ധിച്ചാണ്. ഒട്ടേറെ മാധ്യമ
ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു തലസ്ഥാന ജില്ലയിൽ CWC സെന്ററിൻ്റെ പ്രധാന ചുമതല വഹിക്കുമ്പോൾ എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും താൻ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ഉജ്ജ്വല സാമൂഹ്യ പ്രവർത്തകയാണ് ഷാഹിബ ബീഗം എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും അവസാനം ഈ തലസ്ഥാന നഗരിയെ പിടിച്ചു കുലുക്കിയ ഒരു അന്യഭാഷാ തൊഴിലാളികളുടെ അതിഥി തൊഴിലാളികളുടെ മകൾ നഷ്ടപ്പെട്ടു പോയി. വലിയ പരിശ്രമത്തിൻ്റെ ശേഷം കണ്ടെത്തി. എന്ന നിലയിലും അതിനുമേൽ പറഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക സേവന രംഗത്ത് വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും ഏത് സർക്കാർ വന്നാലും വിദ്യാഭ്യാസ പ്രവർത്തന മേഖലയിൽ അതിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചുക്കാൻ പിടിക്കുന്ന സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ തൃപ്തികരമായി പൂർത്തീകരിക്കുകയൊക്കെ ചെയ്യുന്ന എനിക്ക് ആദരണീയനായ നമ്മുടെ അധ്യക്ഷൻ, ഇതിൻ്റെ വൈസ് ചെയർമാൻ കൂടിയായ ശ്രീ പിരപ്പക്കോട് ശ്യാംകുമാർ, നമ്മുടെ ഇന്ന് ഈ വേദിയിൽ ധന്യമായ മനസ്സുമായിട്ട് മുഖ്യാതിഥിയായി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ബഹുമാന്യനായ ചെയർമാൻ, വിദ്യാർത്ഥി കാലഘട്ടം മുതൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ വ്യക്തമായ ധാരണകളോടെ പ്രവർത്തിച്ചുള്ള വ്യക്തിത്വം എന്ന നിലയിൽ എനിക്ക് ആദരണീയനായ അഡ്വക്കേറ്റ് A.A. റഷീദ് അവർ, പിന്നെ എനിക്ക് പറയാനുള്ള റസൽ സബർമതിയാണ്. ഒരു വാചകം പറയാതെ ആ സുഹൃത്തിനെ എനിക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കില്ല. എൻ്റെ സാഹിത്യ പ്രവർത്തന മേഖലയിൽ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പരിസ്ഥിതിയാവുകയും ഒരു കുട്ടിയായിരുന്ന കാലത്ത് തന്നെ, വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം പഠിച്ച സ്കൂളും IT കോളേജുകളിലും പോളിടെക്നിക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ എന്നെ അതിഥിയായി വിളിച്ച് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം തന്ന ആളാണ് റസൽ സബർമതി. ആ ഒരു എന്താ പറയുക സാഹോദര്യ ബോധം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഏത് പരിപാടിക്കും എന്നെ അദ്ദേഹം വിളിച്ചിരിക്കും. ഒരു വാചകം കൂടി പറയാം. ലഹരി വർജന സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലം മുതൽ കേരളത്തിലെ ഒട്ടുമുക്കാൽ സ്കൂളുകളിലും കേരളത്തിന് പുറത്ത് വിവിധ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ലഹരി വർജന ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായിട്ടുണ്ട്. കേരളത്തിലാകമാനം അദ്ദേഹം എഴുതി സംവിധാനം ചെയ്ത നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, അതിൻ്റെ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം എന്ന് നമ്മൾ അറിയണം. അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ്. ഈ കൊടുക്കുന്ന ആദരവുകളെല്ലാം അദ്ദേഹത്തിനുള്ളതാണെന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ്. എവിടെ ചെന്നാലും ലഹരി വിരുദ്ധ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് ഉള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും റസൽ സബർമതിക്ക് സാധ്യമാകുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ശ്രീമതി ഷാഹിബ ബീഗം 80കളിൽ തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ കുറച്ച് ഉദ്യാനമുണ്ട്. ഒരു സുന്ദരിയായ പെൺകുട്ടി ധാവണി പ്രായത്തിൽ കുടത്തിലും ബക്കറ്റിലും വെള്ളം തൂക്കിക്കൊണ്ടുവന്ന് ഈ പ്രിയപ്പെട്ട സഖിമാരായ ഈ ചെടികളെ നനയ്ക്കുന്നത് ഇങ്ങനെ ദൂരെ നിന്ന് സൗന്ദര്യം ഉള്ള ആ പെൺകുട്ടിയെ നോക്കി നിന്നവരാണ് ഞങ്ങളെല്ലാം. ഉള്ള കാര്യം പറയണമല്ലോ. അന്ന് സാമൂഹികമായ എനിക്ക് 10-20 വയസ്സ് വരുവുള്ളത്. സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും ഏത് ജോലി ചെയ്യുന്നതിനും
ഒരു തടസ്സവും ഇല്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഷാനിബ ബീഗം എന്ന് ഞാൻ പറയാൻ വേണ്ടിയാണിത് പറഞ്ഞത്. ഉച്ചൂട്ടില്ലല്ലോ. ഞാനന്ന് ആശാ സ്മാരകത്തിൽ കവിതയെല്ലാം പോകുന്ന അറിയാം. 78-80കളിലൊക്കെ ഉദയാസ്തമയ കാവ്യ പൂജ തുടങ്ങിയിരുന്ന കാലം മുതൽ ഞാൻ കവിതയിൽ മുടങ്ങാതെ കവിതയിൽ നിന്നാണ്. ഒരിക്കൽ മാത്രം പാലക്കാട് ജോലിക്ക് പോയപ്പോൾ മാത്രം പങ്കെടുക്കാം. ആ ഷാനിബ ബീഗം ആ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും അങ്ങനെ ഒരു കുടുംബ പാരമ്പര്യമുണ്ട് അദ്ദേഹം. ഞാൻ വീട്ടിൽ പോയി ശാപ്പാടൊക്കെ അടിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തിൻ്റെ സാംസ്കാരികമായ പരിപാടികൾ, സാമൂഹിക ക്ഷേമ പരിപാടികളിലൊക്കെ വളരെ താല്പര്യപൂർവ്വം പങ്കെടുക്കുന്ന ഒരു വനിതയായിട്ട്, ആദ്യം പെൺകുട്ടിയായിട്ടും പിന്നെ വനിതയായിട്ടും വീട്ടമ്മയായിട്ടും ഉദ്യോഗസ്ഥയായിട്ടും വിവിധങ്ങളായിട്ടുള്ള തസ്തികളിലൂടെ പറഞ്ഞ് ശ്യാംകുമാർ പറഞ്ഞ തസ്തികളിൽ പ്രവർത്തിച്ചുള്ള ഒരു വനിതയായിട്ട്, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഒത്തിരി കാര്യങ്ങൾ നന്നായി ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് ഷാനിബ ബീഗം. നിങ്ങൾ കയ്യടി കൊടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷം. കാരണം അങ്ങനെയുള്ള വ്യക്തിത്വമാണ്. ധൈര്യമുണ്ട്. ഏത് ജോലി ഏറ്റെടുത്താലും അത് പൂർണ്ണമായും വിജയപ്രദമായി പൂർത്തീകരിക്കുവാനുള്ള ധൈര്യം ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത് പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായ മനോഭാവത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന പലരും അത് ആഗ്രഹിക്കുന്നവരും അവസരമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നവരും ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള വനിതാ സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. ഇനി ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മുടെ ഷാനിബ ബീഗം തന്നെ നമ്മുടെ CW കണി കൊല്ലരുത്, കൊല്ലപ്പെടരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരും കൊല്ലരുത്. നമ്മളോട് പറയുന്നത് കണിക്കൊന്നയാണ്. വിഷു വരും മുമ്പേ പൂക്കുകയും വിഷു കഴിഞ്ഞിട്ടും പൂവുമായി നിൽക്കുകയും ചെയ്യുന്ന കണിക്കൊന്ന തീർച്ചയായിട്ടും മറ്റ് മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മളൊക്കെ ഓരോരുത്തരെ പോലിരുന്നാൽ പോരാ, ഓരോരുത്തരിൽ നിന്നും വ്യത്യസ്തമാകുമ്പോഴാണ് ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നത്. എല്ലാവരും ഒന്ന് ചെയ്താൽ ആരും ശ്രദ്ധിക്കണം. എല്ലാവരും വ്യത്യസ്തമായിട്ട് അയാൾ ചെയ്യുന്നതല്ല, അവർ ചെയ്യുന്നതല്ല, എനിക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിക്കുക. അങ്ങനെയുള്ള ഒരു മരമാണ് കൊന്ന. ആ കണിക്കൊന്ന ഞാൻ ഈ വിഷു കഴിഞ്ഞതിന് ശേഷമാണ് ഈ കവിത എഴുതിയത്. അതുവരെ കണിക്കൊന്നയെ കുറിച്ച് പലരും കവിത എഴുതിയിട്ടുണ്ട്. എനിക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല എന്ന ഖേദവും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് എഴുതാൻ സാധിച്ചു. ആ ഒരു കൊച്ചു കഥ, വളരെ കുറച്ച് വരികളുണ്ട്. കൊന്നക്കണി. കെണിയൊരുക്കും കെട്ട കാലത്തിതാ കൊന്ന കണിയൊരുക്കുന്നു സ്നേഹപ്രതീക്ഷയായി. കെണിയൊരുക്കും കെട്ട കാലത്തിനിതാ കെണിയൊരുക്കും കെട്ട കാലത്തിതാ കൊന്ന കണിയൊരുക്കുന്നു സ്നേഹപ്രതീക്ഷയാൽ. കൊന്നു തിന്നുന്ന മനുജർക്ക് മുന്നിലായി കൊന്ന ഭൂതു ശാന്തി മന്ത്രം ജപിക്കുന്നു. കൊന്നു തിന്നുന്ന മനുജർക്ക് മുന്നിലായി കൊന്ന ഭൂതു ശാന്തി മന്ത്രം ജപിക്കുന്നു. കെണിയൊരുക്കും കെട്ട കാലത്തിതാ കൊന്ന കണിയൊരുക്കുന്നു സ്നേഹപ്രതീക്ഷയാൽ. വിഷു വന്നു നിറയും മനസ്സിന്റെ വാക്കിലും വിഷമൂറും മാനവ ചിന്ത വായിക്കുന്നിതാ. വിഷു വന്നു നിറയും മനസ്സിന്റെ വാക്കിലും വിഷമൂറും മാനവ ചിന്ത വായിക്കുന്നിതാ. വിദ്യയാൽ അഹങ്കാര പ്രബുദ്ധർ നാമേവം വിദ്യമാർഗം തിരയുന്നതെവിടെയും. വിദ്യയാൽ അഹങ്കാര പ്രബുദ്ധർ നാമേവം വിദ്യമാർഗം തിരയുന്നതെവിടെയും. കെണിയൊരുക്കും കെട്ട കാലത്തിതാ കൊന്ന കണിയൊരുക്കുന്നു സ്നേഹപ്രതീക്ഷയാൽ. മരണമന്ത്രം ഉരുവിട്ട് ഇവിടെ നീ ഭീകര മനനവൃത്തിയാൽ ആസ്തീകരിപ്പിച്ചു. മരണമന്ത്രം ഉരുവിട്ടു ഇവിടെ നീ ഭീകര മനനവൃത്തിയാൽ ആസ്തീകരിപ്പിച്ചു.
വിളയിച്ചു മരണമന്ത്രച്ചതിയോതി ജീവിതം മതിവരാത്തൊരാ സ്വാർത്ഥം വിളയിച്ചു മരണമന്ത്രച്ചതിയോതി ജീവിതം മതിവരാത്തൊരാ സ്വാർത്ഥം വിളയിച്ചു കെണിയൊരുക്കും കെട്ട കാലത്തിതാക്കുന്ന കണിയൊരുക്കുന്നു സ്നേഹപ്രതീക്ഷയാൽ കൊന്ന പൂക്കും വിഷുവരും മുന്നയായി കൊന്നിടാതെന്ന സഹജീവ മന്ത്രമായി കൊന്ന പൂക്കും വിഷുവരും മുന്നയായി കൊന്നിടാതെന്ന സഹജീവ മന്ത്രമായി കൊന്ന തൂകും മതിവര കാഴ്ചയിൽ കൊന്നു തിന്നാതെ പൂത്തിടാം സ്നേഹമായി കൊന്ന തൂകും മതിവര കാഴ്ചയിൽ കൊന്നു തിന്നാതെ പൂത്തിടാം സ്നേഹമായി കെണിയൊരുക്കും കെട്ട കാലത്തിതാ കൊന്ന കണിയൊരുക്കുന്നു സ്നേഹപ്രതീക്ഷയ കൊന്നു തിന്നുന്ന മനുഷ്യർക്ക് മുന്നിലായി കൊന്ന പൂത്തു ശാന്തി മന്ത്രം ജപിക്കുന്നു കൊന്നു തിന്നുന്ന മനുഷ്യർക്ക് മുന്നിലായി കൊന്ന പൂത്തു ശാന്തി മന്ത്രം ജപിക്കുന്നു കെണിയൊരുക്കും കെട്ട കാലത്തിതാ കൊന്ന കണിയൊരുക്കുന്നു സ്നേഹപ്രതീക്ഷയാൽ ഷൈബ ബീഗം അവരുടെ എല്ലാവരും ഗുരുവായൂരപ്പൻ തൈക്കാട് വിദുര യൂണിറ്റിന് വേണ്ടി അമ്പിളി വിദ്യയാണ്. അടുത്തത് നമ്മൾ മാത്രം ഞാൻ എന്താണോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ എനിക്ക് കൺഫ്യൂഷനാണ്. വിദ്യാഭ്യാസം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇതേ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ടും 50 വർഷം പൂർത്തിയാക്കി നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന ഷാനിമ ബീഗത്തിനെ എനിക്കറിയുന്നത് വളരെ ചുരുക്കം കാലഘട്ടമായിട്ടാണ്. റസൽ സബർമതിയോടൊപ്പം കൂടി നിന്ന് പരിചയപ്പെട്ട മാഡത്തിന് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ധൈര്യം അത് കാണുമ്പോഴാണ് ഞാനും ഇച്ചിരി ധൈര്യമുള്ള കൂട്ടത്തിൽ തന്നെയാണ് കേട്ടോ. നിങ്ങളൊക്കെ എന്നെ സിനിമയിലൂടെയും സീരിയലിലൂടെയും മാത്രം കാണുന്നത്, അത് ക്യാരക്ടറാണ്. ഞാനെന്ന വ്യക്തി പാവമായി നടന്ന് അത് പാടില്ല എന്ന് സമൂഹത്തിലൂടെ ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം, പഠിച്ചതിന് ശേഷം ഇപ്പം ഇച്ചിരി ബോൾഡ്നെസ് കൂടിപ്പോയോ എന്ന് തോന്നി. പക്ഷെ മാഡത്തിനോടൊപ്പം ചേർന്നപ്പോൾ ഞാൻ തന്നെ കരുതി മാഡത്തിൻ്റെ ഒരു അനിയത്തി ആയിട്ട് തന്നെ കൂടെ നടക്കണം. കാരണം നമുക്ക് ആളുണ്ട്, നമുക്കിവിടെ ഞാൻ ഒറ്റപ്പെട്ടതല്ല. മലബാരിയായി ഞാൻ ഇന്ന് ആള് തിരുവിതാംകൂറിൽ വന്നപ്പോൾ, ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ നമുക്ക് ഒരുപാട് രക്തബന്ധങ്ങൾ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്ക് കിട്ടിയതാണ് മഹാഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മനസ്സിൽ ചിന്തിക്കും, എപ്പോൾ കാണുമ്പോഴും ചിന്തിക്കും, എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു ചേച്ചി എനിക്കില്ലെങ്കിലും എനിക്കൊരു ചേച്ചിയുണ്ട്, എനിക്ക് അനിയന്മാരുണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാവരും തിരുവനന്തപുരത്താണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു ഗ്രൂപ്പാണ് റസൽ സമൂഹത്തിയുടെ ഈ ഗ്രൂപ്പ്. ഈ മദ്യം, ലഹരി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ലോകത്ത് നിന്ന് നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ആരെങ്കിലും കുറച്ചു പേരെയെങ്കിലും, ഒരു മാസത്തിൽ ഒരു 5 പേരെയെങ്കിലും അത് നിർത്താൻ സാധിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് മനസ്സിൽ തോന്നിയാലും അത് നടക്കാൻ പ്രയാസമാണ്. പക്ഷേ മാഡത്തിനെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ തൊട്ട് വീട്ടിനടുത്തുണ്ടായിരുന്ന ഒരു തലവേദന തന്നെയാണ്, പറയാൻ പാടില്ല. മൈക്കിൻ്റെ മുന്നിൽ പറഞ്ഞാൽ നാളെ ഇതാരെങ്കിലും വീഡിയോ ചെയ്ത് അയാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന ചിലപ്പോൾ വണ്ടിയോ എന്തെങ്കിലും വരുന്ന കല്ലെറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ വന്നാലും എനിക്ക് പേടിയില്ല. കാരണം
ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാറില്ല സ്ത്രീ. പെൺകുട്ടികൾ യാത്ര ചെയ്യാൻ 6 മണിക്ക് ശേഷം ആ വഴി നടക്കാൻ പറ്റാറില്ല. ബൈക്കുകളുടെയും കാറുകളുടെയും ഒരുപാട് ആളുകൾ രാത്രികാലങ്ങളിൽ അവിടെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ, പെറ്റമ്മക്ക് മകനോടുള്ള സ്നേഹം കൊണ്ട് മകൻ എന്താണ് വീട്ടിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് അറിയാതെ ഉറക്കമില്ലാതെ രാത്രികൾ തള്ളി നീക്കിയ അയൽവാസികളായിരുന്നു ഞങ്ങളെല്ലാം ആ വീട്ടിൻ്റെ. ഇവിടെ നിന്ന് സബർമതി എന്ന അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് മാഡത്തിനെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ മാഡത്തിനോട് ആ വേദന ഷെയർ ചെയ്തപ്പോൾ മാഡം എന്നെ സഹായിച്ച സഹായം അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അവിടെയാണ് ആ മാഡത്തെ ഞാൻ എൻ്റെ ചേച്ചിയാക്കിയത്. കാരണം നമ്മൾ അവിടെ നിന്നുണ്ടാകുന്ന വേദനകൾ വിളിച്ചു പറയുമ്പോൾ ശരിക്കും ഗവൺമെന്റ് നിയമങ്ങൾ ഏത് വശം എവിടെയൊക്കെയാണെന്ന് അറിയാത്ത എന്നെ പോലുള്ളവർ അറിയുന്നവരുടെ കാലുകളിൽ ശരിക്കും വേദന സമർപ്പിക്കുകയാണ്, കണ്ണീരോടെ സമർപ്പിക്കുകയാണ്. ഉറക്കമില്ലാതെ രാത്രികളാണ് ഞാൻ അവരോട് പറഞ്ഞത്. പെൺകുട്ടികളെ വളർത്തുന്ന വീടുകളിലുള്ള അമ്മമാർക്ക് വേദനയായിരിക്കുന്ന ആ ഒരു ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, സ്വന്തം വീട് വിറ്റ് പോകണം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞ വേദന, ഞാൻ എൻ്റെ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അയൽവാസികളുടെ ബുദ്ധിമുട്ട്, ഈ ഡ്രഗിന്റെ പ്രശ്നം, സ്വന്തം അമ്മ, വീട്ടിലുള്ള അമ്മ സ്വന്തം മകനോടുള്ള സ്നേഹം കൊണ്ട് രഹസ്യമായി വെക്കുന്നു, പുറത്തു പറയാൻ അവർ മടിക്കുന്നു. നമ്മളെ പോലുള്ളവർ ആരോടെങ്കിലും പറഞ്ഞാൽ, രാഷ്ട്രീയക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, MLA പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ അത് കാര്യമായി ഏറ്റെടുത്ത് നമ്മളെ വേദനയായിട്ട് മനസ്സിലാക്കാതെ, അയൽവാസിയുടെ വേദനയായി മനസ്സിലാക്കി പോലീസ് സ്റ്റേഷൻ വരെ എത്തിയാലും അന്നേക്കന്ന് രാത്രി തിരിച്ചയക്കുന്ന ഒരു വേദന നമ്മൾ അനുഭവിച്ചപ്പോൾ മാഡത്തിന്റെ ചെവിയിലെത്തിയ പിറ്റേ ദിവസം അവിടെ ശബ്ദം വന്നു, അവിടുത്തെ ഗ്യാസ് പൊട്ടിത്തെറിച്ചു, അവിടുത്തെ ഫ്രിഡ്ജ് വലിച്ചെറിഞ്ഞു, അവിടുത്തെ TV റോട്ടിൽ വലിച്ചെറിഞ്ഞു. ഇതെല്ലാം നടക്കുമ്പോൾ ഞാൻ മാഡത്തിന് ഒരു വാക്ക് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിയമത്തിന്റെ കുരുക്കുകൾ അഴിക്കാൻ മാഡത്തിനല്ലേ അറിയുള്ളൂ. മാഡം അത് സൂത്രത്തിൽ നല്ല രീതിയിൽ ചെയ്ത് ആ പയ്യനെ പിന്നെ ഞാൻ കണ്ടതേ ഇല്ല. അവൻ എവിടെ എത്തിയെന്ന് മാഡത്തിനേ അറിയുള്ളൂ, എനിക്കറിയില്ല. പക്ഷേ അവരാ വീട്ടിൽ വാടകയ്ക്കായിരുന്നു, വീടൊഴിഞ്ഞു പോയി. ഇപ്പോൾ ആ നാട്ടിലുള്ള പെൺകുട്ടികളുള്ള മക്കളും ഞങ്ങളെല്ലാവരും സുഖമായി കിടന്നുറങ്ങുന്നു. ഇന്ന് ഈ പരിപാടി ഞാൻ വരുമ്പോൾ ഞാൻ അവർക്ക് എല്ലാം ഈ പോസ്റ്റ് ഇവർ വാട്സാപ്പിൽ എനിക്ക് കാണിച്ചു തന്നപ്പോൾ അവർക്കെല്ലാം ഞാൻ അയച്ചു കൊടുത്തു. ഇന്ന് ആ മേഡത്തിന് 50 വർഷമായതിൻ്റെ സ്വീകരണത്തിന് ഞാൻ പോവുകയാണ്. അപ്പം എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരു ടൈലറാണ്. എനിക്ക് എൻ്റെ ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് തരുന്നത് അവരാണ്. അപ്പം അവരെന്നോട് ചോദിക്കുക, മാഡത്തിന് ഇന്ന് ഷൂട്ടാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു അതേ ഷൂട്ടാണ്. ഷൂട്ടിൽ നിന്ന് വന്നതിൻ്റെയാണ് ഈ കോലമൊക്കെ കാണുന്നത് കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ഓടുന്ന ആളല്ല, അവിടെ നിന്ന് ഓടി വന്നത് കൊണ്ടാണ്. അപ്പോൾ അവരെന്നോട് പറയാണ്, അപ്പോൾ പിന്നെ മേഡം എങ്ങനെ പോകുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, 4 മണി, അതും റേസൽ സബർമതി ആയതുകൊണ്ട് 4 പറഞ്ഞാൽ 3:55 എത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 4:01 ആയാലും അവിടെ പരിപാടി തുടങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ 3:15 ആകുമ്പോൾ തന്നെ ഡയറക്ടർ ഞാനിങ്ങനെ പ്രഷർ ചെയ്യാം, വേഗം 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 നിർത്തുമെന്ന് 3:35 നിർത്തിയപ്പോൾ ഓടി ഇവിടെ എത്തി അല്ലേ. 4 മണി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സീറ്റിലിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ ഡയറക്ടർക്ക് ഒരു മെസ്സേജ് ഇട്ടു, താങ്ക് യു സാർ എന്ന്. പക്ഷേ ആ അയൽവാസി എന്നോട് പറഞ്ഞത്, അയൽവാസികൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ എല്ലാം സ്നേഹാന്വേഷണം ആ മേഡത്തോട് പറയണേ. അത് ഞാൻ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. കാരണം പെൺകുട്ടികളുള്ള അമ്മമാർ കിടന്നുറങ്ങാതെ ട്യൂഷന് പോയ കുട്ടികൾ 5:30-6 മണിയാവുമ്പോൾ അതുവഴി വരുമ്പോൾ ഈ വണ്ടികളിൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ആ ഏരിയകളിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച വേദന ഒരുപാടാണ്. ഇത് ഞാൻ പഞ്ചായത്തിൽ പോയി പറഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ലാലി മുരളി എന്നോട് പറഞ്ഞു, മേഡം അത് വിലക്കെടുത്ത് താമസിക്കുന്നതല്ലേ, മേഡത്തിന് പറ്റുന്നില്ലെങ്കിൽ വിറ്റിട്ട് പോക്കോളൂ അവിടെ നിന്ന്. ഞാൻ ഏത് ഭാഷയിൽ അവിടെ പറയണമെന്ന് അറിയില്ല, ഈ പബ്ലിക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അത്രയും വൃത്തികെട്ട ഭാഷകൾ എൻ്റെ മനസ്സിലൂടെ ഓടി, മോളെ മോളെ മോളെ, സത്യം.
സത്യം. അത്രയും എൻ്റെ ഭാഷ മനസ്സിൽ അത്ര വേദനയോടുകൂടി ഞാൻ ഒരുപാട് മോളെ അവളെ വിളിച്ചു. കാരണം എന്താ ചെയ്യേണ്ടത്, അവരല്ലേ ചെയ്യേണ്ടത് അല്ലേ? ഉത്തരവാദിത്തപ്പെട്ട ആളെ അറിയിച്ചുകൊണ്ട് ആ നാട്ടിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അവർക്കാണ്, എനിക്കല്ല. നമ്മൾ അറിയിക്കേണ്ടത് അവരെയായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. പക്ഷെ എനിക്ക് ഇതുവഴി ഇവരെ ബന്ധമുള്ളത് കൊണ്ട് ആ നാട് ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരുടെ നന്ദി ഞാൻ അത് നമസ്തേ മഞ്ജു പ്രവീൺ നമ്മുടെ പ്രിയങ്കരിയായ ഹരിത വി കുമാർ IAS എന്നോട് IASന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അധ്യക്ഷൻ ശ്രീ തിരുപ്പൻകോട് ശ്യാംകുമാർ അവർ, ഈ ഒരു വേദിക്ക് സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ലഹരി വർജന സമിതി, ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, 50 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലഘട്ടമല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാനിബ വന്നപ്പോഴത്തേനും അയാളുടെ പറയുകയുണ്ടായി, 8ാമത്തെ വയസ്സിൽ തുടങ്ങിയ ഇല്ലേ സാമൂഹിക പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് ഒരു കഥ പറയുകയുണ്ടായി. എനിക്കറിയാം, നേരത്തെ ഉള്ളവര് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, അപ്പോൾ എനിക്ക് ഇല്ല, അതെനിക്കൊന്ന് മറുപടി പ്രസംഗത്തിനായിട്ട് നമുക്ക് മാറ്റിവെക്കാം ഇല്ലേ. അവിടെ ഐ ഷുഡ് നോട്ട് ബി സ്റ്റീലിംഗ് ദ തണ്ടർ അല്ലേ. അപ്പോ എനിക്ക് മാഡത്തിനെ പരിചയം ഈ വനിതാ ശിശു വികസന വകുപ്പിലേക്ക് ഡയറക്ടറായി വന്നതിന് ശേഷമാണ്. പക്ഷേ തിരുവനന്തപുരം ആയതുകൊണ്ട്, തിരുവനന്തപുരം CWC ചെയർപേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ട്. അപ്പോൾ ശരിക്കും എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എപ്പോഴും ഞാൻ ഷാനിബ മാഡത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും മറ്റ് ഡിസ്ട്രിക്ട്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ നോക്കാൻ ഫെസിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ ഫെസിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അയക്കുന്ന കുഞ്ഞുങ്ങളെ വളരെ ഹൃദയപൂർവ്വം ഈ ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് എടുത്ത് അവർക്ക് കൊടുക്കാവുന്ന എല്ലാ സഹായവും കൊടുക്കാവുന്ന എല്ലാ കരുതലും കൊടുക്കുന്ന ഒരു CWC ചെയർപേഴ്സൺ ആണെന്ന് ശരിക്കും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, എൻ്റെ സൂപ്രണ്ടും എൻ്റെ ചിൽഡ്രൻസ് ഹോമിലെ സൂപ്രണ്ട് ഇവിടെയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അതിന് സാക്ഷികളുമാണ്. മാത്രമല്ല, നമ്മുടെ ഹോമിലേക്ക് വന്നാൽ ഒരു കുട്ടിയെ പേരെടുത്ത് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉൾപ്പെടെ എല്ലാം അറിയാവുന്ന ഒരു ചെയർപേഴ്സൺ കൂടിയാണ്. അപ്പോൾ ഈ ഒരു 50 വർഷ പൂർത്തീകരണത്തിൽ എൻ്റെ പേഴ്സണലിയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ നന്ദിയും അനുമോദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷം ഈ ഒരു രംഗത്ത് എനിക്കറിയാം, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാളായിരുന്നു ഷാനിബ. അതിനുശേഷമാണ് CWCയിലേക്ക് വരുന്നത്. അപ്പം ഇനിയും ഇത്രയും പാഷനേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ഒരുപാട് വർഷം ഈ ഒരു രംഗത്ത് വളരെ മികച്ച പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് വൈകിയാണെങ്കിലും ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അടുത്ത നമ്മുടെ കുറച്ച് കുട്ടികൾക്കുള്ള ഉപഹാരം ബഹുമാനപ്പെട്ട ഹരിത വി കുമാർ നൽകുന്നു. അധ്യാപന രംഗത്തെ അടുത്തത് ശരിക്ക്